അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മണവാട്ടി ചിക്കൻ എന്ന് പറയുന്ന ഒരു കുക്കർ ഷവായാണ് കേട്ടോ. ആ ചിക്കൻ്റെ നാണം കുടുങ്ങിയിട്ടുള്ള ഇരുത്തം കണ്ടില്ലേ, അതിനാണ് നമ്മൾ അങ്ങനെ പേരിട്ടേക്കുന്നത്. അപ്പോൾ പ്രവാസികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പുതിയ മെത്തേഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ ചിക്കൻ ഒരു പീസ് എടുത്തിട്ട് സെൻറ്റർ ഒരൊറ്റ കട്ട് ചെയ്യുക. ആവശ്യമില്ലാത്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിയോണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നന്നായിട്ട് വരഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ മസാല തേക്കുന്നതിന് മുന്നേ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരഞ്ഞ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലേശം വിനാഗിരിയും കുറച്ച് ഉപ്പും കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ലെവലിൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ സ്കിന്നോട് കൂടിയുള്ള ചിക്കനാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്കിന്ന് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സ്കിന്ന് ഒഴിവാക്കിയിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. അപ്പോൾ നമുക്കിതിലേക്കുള്ള മസാല എന്ന് പറഞ്ഞാൽ 2 ചെറുനാരങ്ങ സ്ക്യൂസ് ചെയ്തത്, 3 സ്പൂണ് തൈര് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, അത് ആവശ്യാനുസരണം നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ ഒരു 10-25 പീസ് ചെറിയ ഉള്ളി. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, പുതിന ഇല, പിന്നെ പെരി പെരി ചിക്കൻ്റെ ഒരു ടച്ചും കൂടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള ഉപ്പിടാം. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ കുരുമുളക്, അതേപോലെ നമുക്ക് ഉപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ബ്ലെൻഡറിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതെടുത്തിട്ട് നന്നായിട്ട് നമ്മളെ ചിക്കൻ്റെ മേലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നമ്മളെ മാമൻ്റെ മോനാണ്, അവൻ മസാജ് ചെയ്യാൻ ബെസ്റ്റാണ്. അപ്പോൾ അവനെ കൊണ്ട് തന്നെയാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. ചിക്കൻ്റെ എല്ലാ വശങ്ങളും ഒരേപോലെ നന്നായിട്ട് മസാല തടവി കൊടുക്കുക. ഇപ്പോൾ കണ്ട, ഇതാണ് ഞാൻ മണവാട്ടി ചിക്കൻ എന്ന് പറഞ്ഞാൽ കിടക്കണ കിടത്തം കണ്ട. എന്നിട്ട് നമ്മളൊരു കുക്കർ എടുത്തിട്ട് കുക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 1-2 ഇട്ട് വേവിച്ചെടുക്കുക. നമ്മൾ കുക്കർ ഇവിടെ വലുതായ കാരണം നമ്മൾ 3 ചിക്കനും ഒരേ സമയം തന്നെ കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ചിക്കന് നമ്മൾ കുക്കറിലിട്ടതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന മസാല കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ അടിയിൽ ചിക്കൻ പിടിക്കും എന്നുള്ള ഒരു പേടി വേണ്ട. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഫിസിൽ നല്ല പവറിൽ തീയിലും പിന്നെ നമുക്ക് ബാക്കി 2 ചെറിയ ഫിസിലും വെച്ചിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മളെ മാമൻ്റെ മോൻ്റെ കൈയൊക്കെ മൈലാഞ്ചിട്ട പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കറിൽ നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ പാനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 സൈഡും തിരിച്ചും മറിച്ച് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയിൽ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യാം, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിവിടെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാൻ പറ്റും. കുറച്ച് വെജിറ്റബിളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം, തക്കാളി, അതേപോലെ സവാള, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ബട്ടറിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായാലും നമ്മളെ ഫുഡിനെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം എന്നിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിൽ ബാക്കി വരുന്ന മസാലയും വെള്ളം ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലൊരു ഗ്രേവി ആയിട്ട് കുബൂസിൻ്റെ ഒപ്പം പൊറോട്ടപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടാ. അപ്പോൾ എങ്ങനെയായാലും മാമൻ്റെ മോനൊക്കെ അടിക്കുന്ന അടി കണ്ടില്ലേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടാ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ കാണാം.